ഹലോ, ഇന്നൊരു പുതിയ ഐറ്റം ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു പാലക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ട ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, വറ്റൽമുളക് ചതച്ചതിട്ടിട്ടുണ്ട്, ഉപ്പ്, ബാക്കി ഉപ്പും കൂടി ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇത് പാലക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാലക്കൊന്ന് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ പാത്രം വെച്ചു, കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്, വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി ചൂടാകുന്ന ഇതിലേക്ക് നമുക്ക് ഈ പാലക്ക് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇങ്ങനെ തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണം. എല്ലാ സ്ഥലത്തേക്കും വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ. അതെ, 2 മിനിറ്റ് വെള്ളം ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കൂടുതൽ വേണ്ട, ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് എടുത്ത് ഉടനെ തന്നെ ഒരു പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ കളറ് മാറരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ, അതേ പാലക്ക് തണുത്ത് കഴിഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കുറച്ച് മല്ലിയില, ഒരു 3 പച്ചമുളക്, ഇത് നന്നായിട്ട് ഇനി അരച്ച് കൊണ്ടുവരാം. ഇനി ഇതേ നമ്മൾ പാലക്ക് അരച്ച് കണ്ടോ, നല്ല കളറിലിരിക്കുന്ന കണ്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട മസാലകളൊക്കെ ചേർക്കാം. ചിക്കൻ വേവിക്കണ്ടേ. അപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പു. ഇത് നന്നായിട്ട് മൂക്കട്ടെ. ഇനി ഒരു സവോള നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണാണ്, അത് ഇതിനകത്തേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ആദ്യം ഇടുക. നന്നായിട്ടൊന്ന് ഒരിഞ്ഞു വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചതച്ചതാണേ. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ട് തീ ഇച്ചിരി കുറച്ച് വെക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ചിക്കൻ കഴുകി മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ചിക്കൻ മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇനി നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി ബാക്കി വേവിക്കുക. അടച്ചു വെച്ച് തന്നെ വേവിക്കണം. അടച്ച് തന്നെ വെച്ച് വേവിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് ചിക്കനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് ചേർത്ത് കൊടുക്കാം. നോക്കിയേ, പാലക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഞാൻ ആ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളമാകും, മസാലയൊന്നും കളയുകയും വേണ്ട.
അതേ നോക്ക്. ഇനി ഇതൊന്ന് ഒരു കുറച്ച് നേരം, ഒരു 3-4 മിനിറ്റത്തേക്ക് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം തീ ഇച്ചിരി കൂട്ടി വെക്കാം, നമുക്കൊന്ന് അടച്ചു വെക്കാം. ഹലോ, അപ്പം നമ്മുടെ ദേ നോക്കിക്കേ, പാലക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചേക്കാം. നമുക്ക് ആവശ്യ സമയത്ത് നമുക്ക് അപ്പോൾ അതേ നമുക്ക് പാലക് ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം അതേ ചോറ് പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പൊറോട്ട, ചപ്പാത്തി, അപ്പം ദേ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും എന്തിൻ്റെ സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെയും കഴിച്ചു നോക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കേ.